അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള അവിയലാണ്. വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഇത് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേനയാണ്. ചേനക്ക് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എല്ലാ പച്ചക്കറികളെക്കാട്ടിനും കുറച്ചും കൂടെ കനം കുറച്ചിട്ട് ചേന കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 മുരിങ്ങക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ളരിക്കയുടെ ചെറിയ കഷ്ണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് പയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പടവലങ്ങ തൊലിയെല്ലാം ചിരണ്ടി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി 3 കോവക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ അവിയൽ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റും വേവിച്ചെടുക്കുമ്പോൾ തന്നെ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടും. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വലിയ ചെറിയ ഉള്ളിയാണെങ്കിൽ 5 ചേർത്ത് കൊടുക്കുക. അവിടെ ചെറുതായതുകൊണ്ട് ഒരു 10-12 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കരുത്. തരിതരിയായിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇവിടെ പച്ചക്കറിയൊക്കെ ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി അരച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് തൈരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിക്കനുസരിച്ചിട്ട് തൈരിൻ്റെ അളവിൽ മാറ്റം വരാം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം. എന്നിട്ട് അതിന് ശേഷം വേണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്